അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ ക്യാപ്റ്റൻ കൊമമോര ആളാണെങ്കിൽ ഐസനുമായിട്ട് പൊരിഞ്ഞ അട്ടയിടി ബഹളം അത് കണ്ട് ക്യാപ്റ്റൻ ടോഷൻ ആണെങ്കിൽ ഇപ്പൊ കോമമോരയോട് പറയും, ഞങ്ങൾ പറയുന്നത് കേൾക്ക്, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, അത് നടപ്പാക്കാതെ ഞങ്ങൾക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അതിന് കോമമോര അവനാണെങ്കിൽ ക്യാപ്റ്റൻ ടോഷനോട് ഇപ്പൊ ദേഷ്യപ്പെടും. നീ ഈ കാര്യങ്ങൾക്കെല്ലാം കൂട്ടു നിൽക്കുന്നത് എനിക്ക് അത്ഭുതമാണ്, ഞാനിതൊരിക്കലും അനുവദിച്ചു തരില്ല എന്ന് പറഞ്ഞ് ആള് വീണ്ടും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. അത് മനസ്സിലാക്കിയ ഐസനാണെങ്കിൽ ഞൊട്ടിയടയിൽ ആള് വലിയൊരു ബോക്സിൽ അങ്ങനെ ലോക്ക് ചെയ്യാണ്. അടുത്ത നിമിഷം തന്നെ ആ ഒരു കേജ് തകർന്ന് ഒരുപാട് രക്തമൊക്കെ ചീന്തി ക്യാപ്റ്റൻ കൊമമൂര ആളങ്ങനെ താഴേക്ക് വീഴും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഇച്ചിഗോ അവൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ക്യാപ്റ്റൻ കൊമമൂരയും ഐസനും അവർ രണ്ടുപേരും സെയിം ലെവൽ ഓഫ് ക്യാപ്റ്റൻസ് ആണ്. പക്ഷേ ക്യാപ്റ്റൻ കൊമമൂരയെ ക്യാപ്റ്റൻ ഐസോ വളരെ എളുപ്പത്തിൽ തോൽപ്പിച്ച് കൊന്നു കളഞ്ഞിരിക്കുകയാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? ക്യാപ്റ്റൻ ഐസോയ്ക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. മറ്റ് ക്യാപ്റ്റൻസിനെ അപേക്ഷിച്ച് അവന്റെ പവർ അത് 10 മടങ്ങാണ്. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അതേസമയം ഹീറോയുടെ ഫ്രണ്ട്സ്, നമ്മുടെ ബാക്കി ആൾക്കാർ എല്ലാവരും ചേർന്നിപ്പോ ഇച്ചിഗോയെയും റുക്കയെയും അവരെ രണ്ടുപേരെ സേവ് ചെയ്യാൻ അവിടേക്ക് ഓടി വരികയാണ്. ഇച്ചിഗോ ആണെങ്കിൽ രക്തം വാർന്ന് നിലത്ത് കിടക്കുന്നത് കാണുമ്പോൾ അവർ ഷോക്കാവും. അതിനുശേഷം ചുറ്റും നോക്കും, ക്യാപ്റ്റൻ ഐസോയും അവരുടെ ശിങ്കടികളും അവിടെ ഉണ്ട്, അതുപോലെ തന്നെ റുക്കയെയും. കട്ട് ചെയ്ത ഇവിടെ ക്യാപ്റ്റൻ ഗിന്ന് ആളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നേരെ ഒരു പ്രത്യേക പവർ അത് റിലീസ് ചെയ്യും. പവറിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവരെല്ലാവരും ആ ഹിൽ ടോപ്പിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അതേസമയം ഐസൻ ആള് റുക്കിയുടെ കഴുത്തിലുള്ള ആ ഒരു ബെൽറ്റ് അതിൽ ടച്ച് ചെയ്ത് പറയും, നിന്നെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് നീ ഹ്യൂമൻ വേൾഡിലേക്ക് പോയതിനു ശേഷമാണ്. ഞങ്ങളുടെ ഇൻഫർമേഷൻസും സജഷൻസും ഒന്നും തന്നെ നീ ശ്രദ്ധിക്കാതായി. അതനുസരിച്ച് നീ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയ അതേ നിമിഷം നിന്നെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. നിന്റെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ മനസ്സിലാക്കി പഠിച്ചു. അങ്ങനെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് നീ നിന്റെ പവർ അത് മറ്റൊരാളിലേക്ക് കൈമാറിയെന്ന്. ഒരു ഹ്യൂമണിന് നിന്റെ പവർ നീ ദാനമായിട്ട് കൊടുത്തു. അതിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു ഉറഹറ ഓക്കെയോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മറ്റാരുടെയും ബോഡിയിലല്ല, നിന്റെ ബോഡിയിലാണ്. അതുകൊണ്ട് മാത്രമാണ് നിനക്കങ്ങനെ ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അത് തിരിച്ചറിഞ്ഞ ഓൺ ദ സ്പോട്ട് തന്നെ ഞാൻ സെൻട്രൽ 46ലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ജഡ്ജസുകളെ എല്ലാം തന്നെ ആരുടെയും പ്പെടാതെ ഞാൻ കൊന്നു തള്ളി. ആ ഒരു ഭാഗം ഞാൻ സീൽ ചെയ്തു. നിന്നെ എക്സിക്യൂഷൻ ചെയ്യാനുള്ള ഓർഡേഴ്സ് അത് ഞാൻ തന്നെ ഇറക്കി ഹാൻഡ് ഓവർ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ കുച്ചിക്കയെയും റാഞ്ചിയെയും അവർ രണ്ടുപേരെയും എർത്തിലേക്ക് അയച്ചത്. റുക്കയെ അവളെ തിരികെ കൊണ്ടുവന്ന് അവളുടെ എക്സിക്യൂഷൻ അത് നടത്താനായിട്ട് അവർ രണ്ടുപേരും ഭംഗിയായിട്ട് തന്നെ അവളെ ഇവിടേക്ക് തിരികെ എത്തിച്ചു. എൻ്റെ പ്ലാൻ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും മുൻപോട്ടേക്ക് പോയി. പക്ഷേ ഇച്ചിഗോ, നീ നിന്റെ ഫ്രണ്ടിനെ അവളെ രക്ഷിക്കാൻ ഇവിടെ എത്തി, എക്സിക്യൂഷനിൽ നിന്ന് അവളെ രക്ഷിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട്, അതെനിക്ക് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ഐസൻ ആണെങ്കിൽ ഒരു ഡിവൈസ് പുറത്തേക്ക് എടുത്ത് അത് പ്രസ് ചെയ്യും. അടുത്ത നിമിഷം ഒരുപാട് സ്ക്വാഡും പവറുകളും എല്ലാം തന്നെ അവർ രണ്ടുപേരെ റൗണ്ട് ചെയ്യും. ഐസൻ ആണെങ്കിൽ റുക്കയെ ഉയർത്തിപ്പിടിച്ച് അവളുടെ ബോഡിയിലേക്ക് അങ്ങനെ കൈ കടത്തി വിടുകയാണ്. അവളുടെ ബോഡിയിലുള്ള ആ പവർ അതെടുക്കാനാണ് ഐസന്റെ ശ്രമം. റുക്കയ്ക്ക് ആണെങ്കിൽ നല്ല രീതിയിൽ വേദനിച്ച് അവള് നിലവിളിക്കും. അടുത്ത നിമിഷം ക്യാപ്റ്റൻ ഐസൻ ഒക്കെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാല്യുബിൾ സ്റ്റോൺ അതങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ്. ചുറ്റുമുള്ളവരും റുക്കയും എല്ലാവരും അതിലേക്ക് തന്നെ നോക്കും. അതിനുശേഷം ക്യാപ്റ്റൻ ഐസൻ ആണെങ്കിൽ ആളുടെ സ്ക്വാഡ് ഉപയോഗിച്ച് ഇപ്പൊ റുക്കയെ കൊല്ലാനായിട്ട് ശ്രമിക്കും. അത് കണ്ട കുച്ചിക്ക് അവനങ്ങനെ ചാടി വന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്യാണ്. ആ സ്ക്വാഡ് അങ്ങനെ കുച്ചിക്കയുടെ ബോഡിയിൽ കുത്തി ഇറങ്ങി അവൻ ഒരുപാട് പരിക്കുകൾ പറ്റും. റുക്കയ്ക്ക് കാര്യം മനസ്സിലാവും, അവളുടെ ബ്രദർ സത്യത്തിൽ അവളെ സേവ് ചെയ്യാനാണ് ഈ കാര്യങ്ങളെല്ലാം. അത് കണ്ട് കലി ഇളകിയ ഐസൻ അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് പുറത്തെടുക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഐസൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്റെ കൂടെ നിന്ന് എന്നെ വഞ്ചിക്കാൻ ശ്രമിച്ച കുച്ചിക്കയെ അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഐസൻ ആണെങ്കിൽ കുച്ചിക്കയുടെ നേരെ ഓട്ടി അടുക്കും. അടുത്ത നിമിഷം ഒരു വമ്പൻ ട്വിസ്റ്റോട് കൂടെ ഫുക്കാഗുവും ആ ജയന്റും അവർ രണ്ടുപേരും അവിടേക്ക് അങ്ങനെ ചാടി വരികയാണ്. അത് കണ്ട് ക്യാപ്റ്റൻ ഐസൻ ആണെങ്കിൽ ഡബിൾ ഷോക്ക്. റുക്കയ്ക്ക് ആണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അവർ രണ്ടുപേരും ചേർന്ന് ഐസനെ പിടിച്ചു വലിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവരുടെ തൊട്ടു പിന്നാലെ കാറ്റ് ലേഡി അവളും അവിടേക്ക് എത്തുകയാണ്. പക്ഷെ അതൊരു സാധാരണ ക്യാപ്റ്റനല്ല, സാക്ഷാൽ ഐസനാണ്. അവന്റെ പവറിൽ ഈസി ആയിട്ട് അവന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് വലയം അതങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം കാറ്റ് ലേഡിയെ പിടിച്ചു വലിച്ച് അവളെ ലോക്ക് ചെയ്യും. ഫാഗുവിനും ജയന്റിനും അവർക്ക് രണ്ടുപേർക്കും കഴിയാത്ത വിധത്തിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതേസമയം ഒരുപാട് ക്യാപ്റ്റൻസ് ഒക്കെ
ക്യാപ്റ്റൻ ഐസോടെ റിയൽ ഫേസ് അത് തിരിച്ചറിഞ്ഞ് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവരെല്ലാവരും ഈ ഒരു കാഴ്ച നോക്കി നിൽക്കുകയാണ്. അടുത്ത നിമിഷം ഐസൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്രൊട്ടക്ഷൻ അതിന്റെ മുകളിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ഹോലോസ് താഴേക്ക് വരികയാണ്. ഒരു ലൂട്ട്നന്റ് ആണെങ്കിൽ ഇപ്പോൾ ഐസനെ തകർക്കാൻ മുൻപോട്ടേക്ക് ഓടും. അത് കണ്ട അവരുടെ സീനിയർ ക്യാപ്റ്റൻ ആളാണെങ്കിൽ അവനെ തടയും. സീനിയർ ക്യാപ്റ്റൻ മൊട്ടയാണെങ്കിൽ എല്ലാവരോടും പറയും, ക്യാപ്റ്റൻ ഐസൻ ആള് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും ആളിപ്പോൾ ഉള്ളത് മറ്റൊരു ലോകത്താണ്. നമ്മൾ എത്ര അറ്റാക്ക് ചെയ്താലും ആൾക്കൊന്നും തന്നെ സംഭവിക്കില്ല. നമുക്ക് അവിടേക്ക് എത്താനും കഴിയില്ല. സീനിയർ ആയിട്ടുള്ള സോൾ റിപ്പേഴ്സ് ക്യാപ്റ്റൻസ് അവർ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടെക്നിക്കാണിത്. അതുപയോഗിച്ചാണ് ഇപ്പൊ ക്യാപ്റ്റൻ ഐസൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. അടുത്ത നിമിഷം ക്യാപ്റ്റൻ ഐസൻ ആളാണെങ്കിൽ ആളുടെ സ്പെക്സ് അങ്ങനെ താഴേക്ക് താഴ്ത്തും. ഇത് എന്റെ തീരുമാനമാണ്. എനിക്ക് എന്റെ പുതിയ വേൾഡിലേക്ക് പോകാനുള്ള സമയം അതായി കഴിഞ്ഞു. എൻ്റെ ഒരു പുതിയ വേൾഡ് അത് ക്രിയേറ്റ് ചെയ്യാൻ വെറും ടൂൾസ് ആയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ഇത്രയും കാലം ഉപയോഗിച്ചതെന്ന് പറഞ്ഞ് ഐസൻ അവൻ്റെ ലുക്കും ഹെയർ സ്റ്റൈലും അതെല്ലാം തന്നെ ചേഞ്ച് ചെയ്യും. അവൻ്റെ ചേഞ്ച് കണ്ട് ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ഇതോടു കൂടെ അവനെ നോക്കി നിൽക്കുകയാണ്. ക്യാപ്റ്റൻ ഐസൻ ആളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു മോൺസ്റ്റർ ഉണ്ടായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ക്യാപ്റ്റൻ ഐസൻ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ആളുടെ പുതിയ വേൾഡിലേക്ക് അങ്ങനെ പോവാണ്. അങ്ങനെ ഐസൻ ആണെങ്കിൽ സോൾ റിപ്പർ വേൾഡ് അത് ഉപേക്ഷിച്ച് ഇപ്പോൾ ഹോളോ വേൾഡിലേക്ക് പോയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ സ്ക്വാഡ് 4ലെ ക്യാപ്റ്റൻ ആളാണെങ്കിൽ ബാക്കിയുള്ള അസിസ്റ്റൻസിനോടെല്ലാം തന്നെ അവിടെ പരുക്ക് പറ്റി കിടക്കുന്ന എല്ലാ സോൾ റിപ്പേഴ്സിനും ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറയും. അത് കേട്ട് എല്ലാവരും ഉണ്ടായിരുന്ന സോൾ റിപ്പേഴ്സിനെ താങ്ങിയെടുത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാനായി ഓരോ ഭാഗത്തേക്ക് പോവാണ്. മറ്റൊരു ഭാഗത്ത് ക്യാപ്റ്റൻ ഉനാഹാന ആളാണെങ്കിൽ കുച്ചിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. കുച്ചിക്കയുടെ ഉള്ളിൽ ദുഃഖയെക്കുറിച്ചുള്ള ചിന്തകൾ അത് മാത്രമാണ്. അതേസമയം ഇവിടെ ഹീറോയ്ക്കും നമ്മുടെ ആൾക്കാർക്കും എല്ലാവർക്കും സോൾ റിപ്പേഴ്സ് ടീം അവർ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരോട് മാപ്പ് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുച്ചിക്ക് ആളാണെങ്കിൽ റുഖയെ അടുത്തേക്ക് വിളിക്കും. അതിനുശേഷം റുഖയോട് പറയും, ആക്ച്വലി നിന്നെ കാണാൻ എൻ്റെ വൈഫിനെ പോലെ തന്നെയാണ്. നീ എൻ്റെ വൈഫിൻ്റെ സ്വന്തം അനുജത്തിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ നീയും നിന്റെ സിസ്റ്ററും അവർ രണ്ടുപേരും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടു. അവിടെ വെച്ച് ചില കാരണങ്ങളാൽ നിന്നെ നിന്റെ വൈഫിന് അല്ലെങ്കിൽ നിന്റെ ചേച്ചിക്ക് നഷ്ടമായി. അവൾ ഒരുപാട് തവണ നിന്നെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അവളെ കൊണ്ട് അതിന് സാധിച്ചില്ല. രോഗത്താലും അതുപോലെ തന്നെ നിന്നെക്കുറിച്ച് ഓർത്തുള്ള വ്യാകുലതയാലും അവൾ വളരെ വേഗം തന്നെ മരണത്തിന് കീഴടങ്ങി. മരിക്കുന്നതിന് തൊട്ട് മുൻപാണ് നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം നിന്നെ കണ്ടെത്തണം, പ്രൊട്ടക്ട് ചെയ്യണം എന്ന് മാത്രമാണ്. സോ ഞാൻ കഷ്ടപ്പെട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നിന്നെ കണ്ടെത്തി. സോൾ സൊസൈറ്റി അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരുന്ന നിന്നെ കണ്ടെത്തി. നീ പോലും അറിയാതെ ഞാൻ എൻ്റെ വൈഫിൻ്റെ അല്ലെങ്കിൽ നിന്റെ ചേച്ചിയുടെ ഇഷ്ടങ്ങളെല്ലാം തന്നെ നിറവേറ്റുകയായിരുന്നു. നിന്നെ ഞാൻ കുച്ചിക്ക് ക്ലാനിലേക്ക് അഡോപ്റ്റ് ചെയ്തു. പക്ഷേ എനിക്കൊരു കാരണവശാലും സോൾ സൊസൈറ്റിക്കെതിരായി ഒരു ചെറു വിരൽ പോലും അനക്കാനായിട്ട് കഴിയില്ല. കാരണം ഞാൻ സോൾ സൊസൈറ്റിയെ അത്രയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ക്യാപ്റ്റൻ ഐസോടെ പ്ലാൻ അത് മനസ്സിലാക്കാതെ നിന്നെ എനിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടി വന്നത്. നിന്റെ ഫ്രണ്ട് ഇച്ചിഗോ അവനാണ് സത്യത്തിൽ എന്റെ കണ്ണ് തുറപ്പിച്ചത്. ബന്ധങ്ങളുടെ വില അതെനിക്ക് അവൻ കാണിച്ചു തന്നു. ദയവ് ചെയ്ത് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആളങ്ങനെ അവളുടെ കാൽക്കൽ വീഴുകയാണ്. അതിന് റുഖിയാണെങ്കിൽ ആളുടെ കൈകളങ്ങനെ ചേർത്ത് പിടിച്ച് ആളോട് ക്ഷമിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വി ഗോ പൊളി.